കൊല്ലത്ത് നിന്ന് പോയ മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ടു. ശക്തികുളങ്ങരയിൽ നിന്ന് പോയ സെന്റ് ജോസഫ് എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ശക്തികുളങ്ങര ഹാർബറിൽ നിന്ന് 120 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കപ്പലുമായി ഇടിച്ചാണ് അപകടമുണ്ടായത്. രാജ്കുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാജ്കുമാർ, എന്താണ് സംഭവിച്ചത്? നിലവിൽ ഈ ബോട്ടിലുണ്ടായിരുന്നവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ വെച്ചിട്ട് തന്നെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. അപകടം സംഭവിച്ച ഉടൻ തന്നെ ഈ വിയറ്റ്നാം കപ്പലാണ് ഇടിച്ചത്, ഈ ബോട്ടിൽ ഇടിച്ചത്. കൊല്ലം ശക്തികുളങ്ങര സ്വദേശിയുടേതാണ് ബോട്ട്. ഈ ബോട്ടിൽ 11 മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അതിൽ 9 പേരെ രക്ഷപ്പെടുത്തി. 2 പേർ ഇപ്പോഴും മിസ്സിംഗ് ആണ്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കടലിൽ നടക്കുന്നുണ്ട്. നാളെ രാവിലെയും ഇനി തെരച്ചിൽ തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് കന്യാകുമാരി ഭാഗത്ത് വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത്. വിയറ്റ്നാം കപ്പൽ തന്നെ ഈ 9 പേരെയും രക്ഷപ്പെടുത്തി ഈ കപ്പലിലേക്ക് കയറ്റി. ഈ 9 പേരുമായി ഇപ്പോൾ കൊച്ചി പോർട്ടിൽ ലക്ഷ്യമാക്കിയാണ് ഈ വിയറ്റ്നാം കപ്പൽ അടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ആയിരിക്കും അവരെ ഡീപ്പോർട്ട് ചെയ്യുന്നതും അവരെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനാണ് സാധ്യത. നിലവിൽ ഇത്രയും വിവരങ്ങൾ മാത്രമേ നമ്മുടെ പക്കൽ ഉള്ളൂ. ഇതില് ഈ കൊല്ലത്ത് കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും ഒക്കെ ഇതിലിപ്പോൾ അന്വേഷണം ഫിഷറീസും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇതില് ഇതര സംസ്ഥാന അതിഥി തൊഴിലാളികളാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നതെന്ന് വ്യക്തമായി. ഇവർ ഈ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് മത്സ്യബന്ധനത്തിന് പോയതാണ്. ആ സമയത്ത് ബോട്ട് ഈ കടലിൽ ഈ കന്യാകുമാരിക്ക് സമീപത്ത് വെച്ച് ഈ കപ്പലിൽ ഇടിക്കുകയായിരുന്നു. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.